ബി ആർ ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഗുരുവായൂർ അമ്പലത്തിലോട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ രാത്രി സമയങ്ങളിൽ മാക്സിമം ഒരു 7:30-8 മണിയൊക്കെ ഉള്ള സമയമാണ് ഇപ്പം. അപ്പോൾ ആ സമയത്തും നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ ഇഷ്ടംപോലെ ആൾക്കാരാണ്. അതായത് മറ്റു സമയത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ല, ഏത് സമയത്ത് വന്നാലും നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ കഴിക്കാൻ വേണ്ടി അത്താഴ പൂജ കഴിഞ്ഞാൽ അപ്പോഴേ ഭക്ഷണം കൊടുക്കൽ തുടങ്ങും. അപ്പോൾ ആ അത്താഴ പൂജ കഴിഞ്ഞിട്ട് അത്താഴം കഴിക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ് ഈ കാണുന്നതെല്ലാം. നമ്മുടെ ഗുരുവായൂർ ദേവസ്വത്തിന്റെ പുന്നത്തൂർ ആനക്കോട്ടയുണ്ട്. അവിടെ നമ്മുടെ ഗുരുവായൂരപ്പന്റെ സ്വന്തം ആനകൾക്കുള്ള ഈ സുഖചികിത്സ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ഭയങ്കര സംഭവമാണത്. അത് ആനകൾക്കുള്ള ഇതിന്റെ ഈ സുഖചികിത്സയാണ്. അപ്പൊ അതിന്റെ ഒരു ഇതാണ്, ഫ്ലെക്സ് ആണ് വെച്ചിരിക്കുന്നത്. ഇവിടെ വന്ന് നമ്മുടെ ആനക്കോട്ടയിൽ വന്നിട്ട് ഒത്തിരി ആൾക്കാര് ഇതേപോലെ കാണുന്നവരുണ്ട്. ആനക്കോട്ടയിൽ ഒത്തിരി ആനയുടെ ചികിത്സയ്ക്ക് വേണ്ടി ഒരുപാട് സാധനങ്ങളും മരുന്നുകള്, ആയുർവേദ മരുന്നുകള്, ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ള ഭക്ഷണമാണ് അവർക്ക് കൊടുക്കുന്നത്. അത് 2024 ജൂലൈ 1 മുതൽ ജൂലൈ 30 വരെ ഒരു മാസം ഫുള്ളായിട്ട് ആനകൾക്കുള്ള ചികിത്സ.
നന്ദുദേട്ടൻ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്ക്. കലാകായിക കലാകായിക രംഗങ്ങളൊക്കെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ് ഉദയേട്ടൻ. അതുപോലെ തന്നെ ഒരു ആനപ്രേമിയും കൂടിയാണ്. ആനേനെ ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിന്. അപ്പൊ ആനയുടെ ഒരുവിധം ആനകളുടെ എല്ലാ കാര്യങ്ങൾക്കും പുള്ളി ആനക്കോട്ടയിൽ ഓടിയെത്തും. ഒരു ആനയ്ക്ക് വയ്യാന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോഴേ ആനക്കോട്ടയിൽ എത്തിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. അത്ര ഇഷ്ടമാണ്. ഒരു ആനപ്രേമിയും കൂടിയാണ്. അതുപോലെ കലാകായിക രംഗങ്ങളിൽ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്നതും ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ്. നമ്മുടെ തൃശ്ശൂർ ഓഡിറ്റോറിയത്തില് വീണക്കച്ചേരിയാണ് നടക്കുന്നത്. വീണക്കച്ചേരി കാണാൻ തന്നെ ഒരു അത് ആസ്വദിക്കാൻ ഒരു പ്രത്യേക സുഖമാണ്. അടുത്തതായി ഡോക്ടർ ജാനകി ഓംകുമാർ അവതരിപ്പിക്കുന്ന ഭരതനാട്യ കച്ചേരിയാണ്. അഹം തുടങ്ങി. തക്കടോ അത്യാവശ്യം വെള്ളം കുടിച്ചോ?
കൊമ്പനാണ് കേട്ടോ. ഒരു കൊമ്പേ ഉള്ളു പുള്ളിക്ക്. പക്ഷെ അഴകാണ് ആനയുടെ. എന്താ അഴക് നോക്കി. നല്ല സ്റ്റൈലല്ലേ കാണാൻ. ഓഹാ. ഇനി നമ്മുടെ രണ്ടാമത്തെ ആന എടുത്ത് പോയത് നമുക്ക്. രണ്ടാമത്തെ ആന പേര് കൃഷ്ണനാരായണൻ. കൃഷ്ണനാരായണൻ അല്ലേ? ആ, കൃഷ്ണനാരായണൻ. അതൊക്കെ എനിക്ക് കണ്ടാ മനസ്സിലാവും കൃഷ്ണനാരായണ. അതെങ്ങനെ മനസ്സിലായി കൃഷ്ണനാരായണൻ? ഞാൻ ആദ്യം തന്നെ ഒഴിക്കാൻ തന്നെ. ആ ആനയുടെ പേരെന്താ? നോക്കിട്ട് മനസ്സിലാവണില്ല. അത് മനസ്സിലാവണില്ല? അത് മനസ്സിലാവില്ല. നമസ്കാരം. നമസ്കാരം. നല്ല വിശേഷം, സുഖമായിരിക്കണം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? പ്രസാദം പിടിക്കണം. അതെ, നമ്മുടെ മറ്റേ അനന്ത നാരായണൻ ആറ്റത്തേക്കണ് അല്ലേ? ഇവനല്ലേ ഇപ്രാവശ്യം ഫസ്റ്റ് കിട്ടിയത്? ഗൂഗിള് ഒറ്റക്കൊമ്പ്. ശീവേലിക്കുള്ള ആനകളാണ് ഈ നിക്കണതൊക്കെ കേട്ടോ. അല്ലേക്കൂടോ? അപ്പൊ ഇന്ന് ശീവേലി കുറച്ച് വിഴുകുന്ന കേട്ടത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മാസത്തിലൊരിക്കലൊരു പുണ്യാഹം ഉണ്ടാവാറുണ്ട്. ഒരു ഇതിൻ്റെ കലശം, ശുദ്ധി കലശം ഉണ്ട്. അപ്പോൾ ആ ഒരു ശുദ്ധി കലശം ആയതുകൊണ്ട് രാത്രി കുറച്ച് നേരം വിഴുകും ശീവേലി തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ടാണ് ഗൂഗിൾ ഒരാള്, കൃഷ്ണനാരായണ, ആനന്ദനാരായണ. ഓക്കെ, 3 ആനകളാണ്. ഗൂഗിളാണ് കഴിഞ്ഞ ആനയോട്ടത്തിന് വിജയിച്ചത്. അല്ല, ഒരു കാര്യം പറയാൻ മറന്നു. നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലെ കുളം കണ്ടായിരുന്നു ആൾക്കാര്? കണ്ടിട്ടുണ്ടല്ലോ. ഇല്ലല്ലോ, നമുക്ക് കാണിച്ചു കൊടുക്കാൻ പോയോ? അപ്പൊ ഗൈസ്, ഇതാണ് അച്ഛൻ പറ. ഇതാണ് നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലെ കുളം. ഗുരുവായൂർ അമ്പലത്തിൽ വന്നവര് കുളം കാണാത്തവരുണ്ടാവില്ല. പക്ഷെ ഈ കുളം നമ്മൾ ഇങ്ങനെ കാണുന്ന പോലെ കേട്ടോ, ഭയങ്കര വലിയ കുളമാണിത്. കാരണം അതില് നമ്മള് ഉത്സവത്തിന്റെ സമയത്ത് ആറാട്ടുണ്ടാവും. ഈ ആറാട്ടിൻ്റെ അന്ന് ഈ കുളത്തിന്റെ നടുക്കിൽ നിൽക്കണ ഈ ഗുരുവായൂരപ്പനെ ആർക്ക് വേണമെങ്കിലും ചാടി വെള്ളത്തിൽ ഇറങ്ങിയിട്ട് പോയിട്ട് കുളിപ്പിക്കാം. പിന്നെ നമ്മുടെ ഈ ഭഗവാന്റെ അടുത്ത് പോയിന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും പുള്ളിയോട് കാര്യങ്ങളൊക്കെ പറയാം. അത് ആറാട്ടിനാണ്. അപ്പൊ മറ്റേ ഞാനും നിരഞ്ജനും കൂടിയിട്ട് ഇറങ്ങിയതാണ് വെള്ളത്തില്. പക്ഷെ ആ ഗുരുവായൂരപ്പൻ നിൽക്കണ ആ ഭാഗത്ത് ആ റൗണ്ട് ഉണ്ടല്ലോ, നമ്മളുണ്ട് ഇറങ്ങി നീന്തുമ്പോൾ കടലിൽ ഇറങ്ങണ പോലെയാണ്. അത്രയും വലിയൊരു സ്പേസ് ആണ് അവിടെ. നമ്മൾ ഇവിടെ നിന്ന് കാണുന്ന പോലെ അല്ല അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ അത്രയും വലിയൊരു കുളമാണിത്. അപ്പൊ ഈ കുളം ഗുരുവായൂർ അമ്പലത്തിൽ വന്നവരൊക്കെ ഈ കുളം കാണാതിരിക്കില്ല. പിന്നെ ഈ ഫിൽറ്റർ മെഷീൻ അല്ലേ എന്നും? ഇത് ഫിൽറ്റർ മെഷീൻ, ഈ വെള്ളം കേടുവരാതിരിക്കാൻ വേണ്ടി. പിന്നെ ഈ വെള്ളത്തിൽ നമ്മൾ ഈ മറ്റേ ഇവിടെ ഗുരുവായൂർ കുളത്തില് എണ്ണ, സോപ്പ്, ഇങ്ങനെയുള്ള ഐറ്റംസ്. നമ്മളെ ഇന്നലെ മിനിഞ്ഞാന്നങ്ങാണ്ട് വൈറലായില്ലേ, ആമ വന്നു. ആ ആമയെ പോലല്ലേ ഈ ആമനെ കാണുമ്പോ? അത് വെള്ളത്തിലാമ, അത് വേറെ. അതല്ലേ? അത് വേറെ. അത് നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിന്റെ കിഴക്കേ നടയിലോട്ട് ഒരു ആമ നടന്നു വന്നെന്നാ പറയണത്, ഭഗവാനെ കാണാൻ വേണ്ടി. അല്ല, ആ അമ്മനെ പോലെ ഉണ്ട് കാണുമ്പോ. അമ്പലത്തിൽ വന്നിട്ട് നമ്മള് വീഡിയോസിൽ പിടിച്ചിട്ടുണ്ട്. അപ്പൊ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ അതുപോലെ ഈ കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.